രാഘവൻ പയ്യനാട് രചിച്ച് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ക്ലോഡ് ലേവി സ്റ്റാറ്റ്സിസ് ഒരു ഭാഷ്യം ഇടശ്ശേരിയുടെ ആഖ്യാന കവിതകളെ മുൻനിർത്തി എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള പുസ്തക വിസ്താര പരിപാടി ഫെബ്രുവരി 14 രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെ കണ്ണൂർ ശിക്ഷക് സദനിൽ വെച്ച് നടക്കും. ഇടശ്ശേരിയുടെ മകൻ മാധവൻ ഇടശ്ശേരി പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ലോഡ് ലേവി സ്റ്റാറ്റ്സിന് ഒരു ഭാഷ്യം ഇടശ്ശേരിയുടെ ആഖ്യാന കവിതകളെ മുൻനിർത്തി എന്നാണ് ആ പുസ്തകം. ഇതാണ് ആ പുസ്തകം. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഇറക്കിയതാണ്. അപ്പോൾ ഈ പുസ്തകത്തെ ആസ്പദമാക്കിയിട്ട് ഒരു പുസ്തക വിസ്താരം എന്നൊരു പരിപാടി കണ്ണൂർ ശിക്ഷക് സദനിൽ ഫെബ്രുവരി 14 രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെ നടക്കുകയാണ്. അക്കാദമിക് രംഗത്തുള്ള സാഹിത്യ മേഖലയിലുള്ള 15ഓളം പ്രമുഖ പണ്ഡിതർ ഈ പുസ്തകത്തെ മുൻനിർത്തിക്കൊണ്ട് വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പ്രബന്ധ പരമ്പരകൾ ഒരു ഏകദിന സെമിനാറിൽ നടത്തുകയാണ്. അക്കാദമിക്ക് പ്രത്യേകിച്ചിട്ട് ഭാഷാ സാഹിത്യത്തിലും ഫോക്ക്ലോറിലൊക്കെ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അവർക്കൊക്കെ താല്പര്യപൂർവ്വം ഒരു അനുഭവമാക്കി തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് ഈ പുസ്തക വിസ്താരം എന്നുള്ള പരിപാടി വെച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ശാസ്ത്ര വിദഗ്ധനും നരവംശാസ്ത്ര വിദഗ്ധനും ഒക്കെ ആയിട്ടുള്ള ക്ലോഡ് ലേവി സ്ട്രാസിൻ്റെ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇടശ്ശേരി, നമുക്കറിയാം മലയാളത്തിൻ്റെ പോരാട്ടത്തിൻ്റെ കവിയാണ് ഇടശ്ശേരി. കുഴിവെട്ട് മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന് പാടിയിട്ടുള്ള ഇടശ്ശേരിയുടെ 2 ആഖ്യാന കാവ്യങ്ങൾ, അതാണ് ഒന്ന് പുത്തൻ കലവും അരിവാളും പൂതപ്പാട്ട്. ഈ 2 ആഖ്യാന കാവ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ ലേവി സ്ട്രാസിൻ്റെ ഈ പറയുന്ന പഠന പദ്ധതിയുടെ ആ രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ പുസ്തകം. അപ്പോൾ ഈ പുസ്തകത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അടുത്ത സെമിനാർ നമ്മുടെ സംഘടിപ്പിക്കുന്ന സെമിനാർ. കാരണം ഇതിൽ സാഹിത്യം, ഫിലോസഫി, ഫോക്ലോർ, പിന്നെ അങ്ങനെ ഓരോ നിയമം, അങ്ങനെ ഓരോ മേഖലകൾ വെച്ചിട്ട് ആ രംഗത്തെ വിദഗ്ധന്മാരാണ് ഈ സെമിനാറിൽ അരമണിക്കൂർ ദൈർഘ്യമുള്ള പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നത് മുൻ സാഹിത്യ അക്കാദമി സെക്രട്ടറിയും ഇപ്പോഴും ദേശാഭിമാനി വാരികയുടെ പത്രാധിപരുമായിട്ടുള്ള ഡോക്ടർ KP മോഹനാണ്. ചെറുകാടിൻ്റെ മകനായിട്ടുള്ള KP മോഹനാണ് ഇതിൻ്റെ ഉദ്ഘാടനവും നടത്തുന്നതും ആദ്യത്തെ പ്രബന്ധം അവതരിപ്പിക്കുന്നതും അദ്ദേഹമാണ്. ഈ പരിപാടിയുടെ മറ്റൊരു സവിശേഷത ഇടശ്ശേരിയുടെ മകൻ മാധവൻ ഇടശ്ശേരി ഈ പരിപാടിയിൽ അതിഥിയായിട്ട് പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗവേഷണ തൽപരരായിട്ടുള്ള വിദ്യാർത്ഥികളെയും മറ്റു തൽപരരായിട്ടുള്ള ആൾക്കാരെയും ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് മുൻകൂട്ടി അവരുടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഈ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി നടത്തുന്നത്. അയലാളർ എന്ന് പേർ നൽകിയിരിക്കുന്ന അവർ സംഘാടക സമിതി, അയലാളർ എന്നു പേരുള്ള, അയൽവക്കം എന്നാണ് ഇതിൻ്റെ അർത്ഥം, അയൽക്കാർ എന്നാണ് അർത്ഥം, എന്ന ഒരു സുഹൃത്ത് കൂട്ടായ്മയാണ് ഈ പരിപാടിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി കൺവീനർ KT ബാബുരാജ്, ഡോക്ടർ VA ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ M ലിനീഷ്, KC ശശീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.